ഇന്ന് നമുക്ക് ഓണസദ്യയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചെറിയുള്ളി തേങ്ങാപ്പാൽ കറി തയ്യാറാക്കിയാലോ. ഓലനൊക്കെ പകരമായിട്ട് നമുക്ക് ഈ കറി സദ്യയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഇത് ഓണം സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ്. ഇപ്പോൾ ഹോം ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വേഗം കറി തയ്യാറാക്കാം. ആദ്യം ഒരു പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം കേട്ടോ. എണ്ണ ചൂടായ ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 2 പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇവിടെ ഞാൻ 200 ഗ്രാം ചെറിയുള്ളി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി പകുതിയായി മുറിച്ച് ചേർത്താൽ കറിയിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും കേട്ടോ. പക്ഷെ ഞാനിവിടെ മുഴുവനായിട്ടാണ് ചേർക്കുന്നത്. ഇത് ഏകദേശം 4 തൊട്ട് 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഏകദേശം 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഉള്ളി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഉള്ളിയും വഴറ്റുന്ന സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ ഒരു തേങ്ങ ഫുൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് മിക്സിയുടെ ജാറിൽ ചേർത്തിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇത് പിഴിഞ്ഞെടുത്താൽ നമുക്ക് 1ാം പാല് കിട്ടും. ഇനി അതേ തേങ്ങയിൽ തന്നെ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് വീണ്ടും അരച്ചെടുത്താൽ നമുക്ക് 2ാം പാലും കിട്ടും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും കുറച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഏകദേശം 7 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് 1ാം പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1ാം പാല് ചേർത്തതിന് ശേഷം അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. 2 തൊട്ട് 3 മിനിറ്റ് ചെറിയ തീയിലൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. അധികം തിളപ്പിച്ചാൽ തേങ്ങാപ്പാൽ പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കറി നല്ല പോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ കറി നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. അവസാനമായി കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. അതിനുശേഷം ഏകദേശം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി പാത്രം മൂടി വയ്ക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെ ഒക്കെ നല്ലൊരു മണം കറിയിൽ നന്നായിട്ട് പിടിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഓണത്തിന് സദ്യയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചെറിയുള്ളി തേങ്ങാപ്പാൽ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ ചെറിയുള്ളി പകുതിയായിട്ട് മുറിച്ചിട്ടൊന്ന് ചേർത്ത് നോക്കണേ. അപ്പോഴാണ് കറിയിൽ ചെറിയുള്ളിയുടെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുക. എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹോം ഡയറീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.